ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തെ ചെറിയൊരു പച്ചക്കറി തോട്ടാണ്. ഞാൻ രാവിലെ വെറുതെ നിറങ്ങിയപ്പോൾ കുഞ്ഞു തക്കാളി കായ്ച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വീഡിയോ എടുത്താണ്. അല്ലറ ചില്ലറ പച്ചക്കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ചീരയാണ്, ഇതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഉച്ചക്ക് കറി ഉണ്ടാക്കണം. ഉച്ചക്കത്തെ സ്പെഷ്യലായിട്ടൊരു പയറ് കറിയാണ് കേട്ടോ. നമ്മൾ മലയാളികൾ അങ്ങനെ അങ്ങോട്ട് ഈ പയറ് കറി ഉണ്ടാക്കാറില്ല എന്നാണ് തോന്നുന്നത്. ഹിന്ദി നാട്ടിലൊക്കെയാണ് തോന്നുന്നത് ഉണ്ടാക്കാറ്. ഏതായാലും ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ പ്രഗ്നൻസിയിൽ എന്താണെന്നറിയില്ല, വീട്ടിൽ ആർക്കും പറ്റാത്ത ഓരോ സാധനങ്ങളാണ് കേട്ടോ എനിക്ക് പറ്റുന്നത്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ കഴിക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരം കടിക്കാണെങ്കിലും ഞാനിങ്ങനെ പയറ് അല്ലെങ്കിൽ ചെറുപയർ, മമ്പയർ അങ്ങനത്തെ ഓരോ സാധനങ്ങളാണ് എനിക്ക് പറ്റാറുള്ളത്. ഇതിനെന്താ പേരൊന്നും അറിയില്ല, രാജമാലി അങ്ങനെ എന്തോ ഒരു പേരാണ് തോന്നുന്നു. ചുവന്ന വലിയ പയറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കറി വെച്ചാൽ. അപ്പോൾ തലേന്ന് കുതിരാൻ വെച്ച പയർ ഞാൻ കുക്കറിൽ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാരെ വീഡിയോസ് കാണുകയാണെങ്കിൽ അവർ എന്തെല്ലാമൊക്കെ ഇതിലൊക്കെ ഇടുന്നത് കാണാം കേട്ടോ. നമ്മുടെ കയ്യിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഞാൻ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ജീരകം അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് വാട്ടിയിട്ടെടുക്കുന്നുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, കുറച്ചൊക്കെ ആൾക്കാർ അത് കണ്ടിട്ട് നല്ല കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്താക്ക് എത്ര മാസമാണെന്ന്. അപ്പോൾ ഞാൻ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രസവിച്ചിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോൺ ഗാലറിയിൽ ഇരുന്ന വീഡിയോ ആണ്. ഞാനിങ്ങനെ ഓരോ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഗർഭകാല സമയത്തൊക്കെ, അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊരു മടിച്ചിട്ട് കിടന്ന വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടി ഉണ്ടാവുള്ളൂ പ്രഗ്നൻ്റ് ആയ സമയത്ത് വീഡിയോസ് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ ഒന്നും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്. ഇതെൻ്റെ 3ാമത്തെ പ്രഗ്നൻസിയാണ്. മറ്റേ 2 മക്കളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് 6 മാസത്തോളം ഛർദിയായിരുന്നു കേട്ടോ. വെള്ളം കുടിച്ചാലും ഛർദി, തിന്നാലും ഛർദി, തിന്നാഞ്ഞാലും ഛർദി. ഇതിന് അങ്ങനെയല്ല. ഇതിന് നേരത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ രാവിലെ തിന്നാഞ്ഞാൽ അപ്പം തന്നെ ഗ്യാസായി ഛർദിക്കും. 10 മണിക്ക് തിന്നണം, അതുപോലെ തന്നെ ഉച്ചക്ക് തിന്നണം, വൈകുന്നേരം തിന്നണം. തിന്ന് ഞാനിങ്ങനെ തടിച്ച് വരാൻ കേട്ടോ. തിന്നാഞ്ഞാലാണെന്നുണ്ടെങ്കിൽ ഛർദിക്കും ചെയ്യാം. മറ്റു 2 ആൾക്കാരെ പ്രഗ്നൻ്റ് ആയ സമയത്ത് നിന്നും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത്. ചുരുക്കി പറഞ്ഞാൽ പുട്ടിന് പീരിയഡിടുന്ന പോലെ അങ്ങനെ തിന്നുകൊണ്ടിരിക്കണം. തിന്നില്ലെങ്കിലാണ് ഭയങ്കര ഛർദിച്ചാലാണെന്നുണ്ടെങ്കിൽ ആ തൊണ്ട പൊട്ടിയിട്ട് ചോര വരികയും ചെയ്യും. അപ്പോൾ ഛർദിക്കുമോയെന്ന് പേടിച്ചിട്ട് ആ നേരത്തെ കാലത്തിന് തിന്നും ചെയ്യും. തിന്നാഞ്ഞാൽ അപ്പം ഗ്യാസാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സംസാരിച്ച് അങ്ങോട്ട് എത്തിയെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഉള്ളിയൊക്കെ വാടിക്കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തു, തക്കാളിയും വാടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഇനി പൊടികളുടെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞ ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി ഇടുക. പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കുന്നതിന് കുറച്ചൊരു പരിഹാരം ഉണ്ട് കേട്ടോ ഈ ലാസ്റ്റിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ നല്ലൊരു മണക്കം വന്നതിന് ശേഷം ഞാൻ എന്താ കുറച്ച് തലേന്നത്തെ മമ്പയർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, വേവിച്ച് തന്നെയാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തുള്ള ചുവന്ന പയറും കൂടി ഇട്ട് കൊടുക്കട്ടോ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചുവന്ന പയറിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. ഇത് പുഴുങ്ങിയിട്ട് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് തിന്നാൽ നല്ല രസമാണ് കേട്ടോ രാവിലത്തെ ചായക്കടിക്ക് ഉണ്ടാക്കി കഴിക്കാൻ. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് പയറ് വെന്ത വെള്ളം തന്നെയാണ് കേട്ടോ. കുക്കറിലുള്ള വെള്ളം തന്നെയാണ്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണേ. ഇന്നിപ്പോൾ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരിയും കൂടിയേ ഉണ്ടാക്കാനുള്ളൂ. വേറെ മീനും ഇറച്ചിയൊന്നും ഇല്ല കേട്ടോ. എനിക്കല്ലെങ്കിലും മീനും ഇറച്ചിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് എപ്പോഴും ഇഷ്ടം പച്ചക്കറികൾ തന്നെയാണ്. പച്ചക്കറികളില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും ചോറ് തിന്നാനായിട്ട് പറ്റില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന ചൈനീസ് ചപ്പ്, മലേഷ്യൻ ചപ്പ് എന്നൊക്കെ പറയുന്നത്, അത് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല വാസനയുള്ളൊരു ഇലയാണ് കേട്ടോ. മീൻ ഇറച്ചിയൊന്നും മാസങ്ങളോളം കിട്ടിയില്ലെങ്കിലും എനിക്കൊരു പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷേ പച്ചക്കറി ഇല്ലാഞ്ഞാൽ പറ്റൂല കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇലക്കറികളാണ്. ചീരൻ്റെ ഇല, മുരിങ്ങൻ്റെ ഇല, എന്ത് ഇലക്കറികളായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം. എല്ലാവരും കൂടിയാണ് ഫുഡ് കഴിക്കുന്നത്. ഇന്നിപ്പോൾ മോനും എല്ലാവരും ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു അടാറ് പണി ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഗർഭിണി ആയിരിക്കുമ്പോൾ അങ്ങനത്തെ പണികളൊന്നും എടുക്കാനായിട്ട് പറ്റൂല. മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ. അവനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണിയെടുക്കുക, ആ പണിയെടുക്കുക, ഈ പണിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് കുത്തി എവിടെയെങ്കിലും കിടക്കണേ എന്നെ ഇക്കാനെ വലിച്ചുകൊണ്ടിരുന്ന ആൾ അവനാണ്. അപ്പോൾ എല്ലാവരും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണി വേഗത്തിൽ കഴിയുകയും ചെയ്യും. പിന്നെ മക്കളൊക്കെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നത്
തടയാനായിട്ടും പറ്റും. ഞങ്ങൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് പണിയാണ് കേട്ടോ. എനിക്കൊരാഗ്രഹം അവിടെ കുറച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ. ഏതായാലും പൈസ കൊടുത്തിട്ട് പുല്ലൊന്നും വെക്കാനായിട്ട് ഇപ്പോൾ ഏതായാലും ബഡ്ജറ്റില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പ് തന്നെ ചെറിയൊരു പാടുണ്ട് കേട്ടോ. അവിടെ നല്ല പോലെ പുല്ലുണ്ട്. അത് കുറച്ച് ചെത്തി കൊടുത്തിട്ട് നമുക്കവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ബാക്ക് സൈഡ് കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു മയ്യേ ഇതെന്ത് വീടാണെന്ന് അങ്ങനെയൊന്നും കരുതരുത് കേട്ടോ. വീടിൻ്റെ പണിയൊന്നും അങ്ങനെ ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് നല്ല കുട്ടപ്പനാക്കി നല്ല വീടൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എന്നാലും അൽഹംദുലില്ലാ ഇത്രയെങ്കിലും ആയത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. ഞങ്ങൾ വീടെടുത്ത് താമസിക്കുന്ന സമയത്ത് തറ എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അടുക്കള, ഒരു റൂം, ആ റൂമിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ബാത്റൂം, ഇത്രയും ആയിരുന്നു കൂടിയിരിക്കുന്ന സമയത്ത് ഞങ്ങളെ വീട്. പിന്നെ ഇക്കാൻ്റെ കയ്യിൽ പൈസ ആവുന്നതിനനുസരിച്ചാണ് കേട്ടോ ഞങ്ങൾ വീട് പണി ഇത്രയെങ്കിലും എത്തിച്ചത്. മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കൂടിയിരുന്നത്. എല്ലാ പണികളും കഴിഞ്ഞിട്ട് എല്ലാവരെയും പോലെ കൂടിയിരിക്കുന്നത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇങ്ങനെയായിട്ടോ. എന്നാലും അൽഹംദുലില്ലാ വീടെന്ന സ്വപ്നം ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു വീടായിരുന്നെങ്കിലും പടച്ചോൻ എനിക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാനും പറ്റി. പിന്നെ അന്നും ഇന്നും എൻ്റെ ജീവിതം ഒരേ മരിക്കെ തന്നെ ഉണ്ടോ. ഇക്ക ഗൾഫിലാണെന്ന് വിചാരിച്ചിട്ടൊന്നും ഭയങ്കര ലാവിഷ്യായിട്ട് ഞാൻ നടന്നിട്ടുമില്ല. എനിക്കങ്ങനെ നടക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുമില്ല. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വീടെടുത്ത സമയത്ത് കുടിയിരിക്കലൊന്നും വലുതായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം 2 റൂമല്ലേ ഉള്ളൂ, ഒരു റൂമും ഒരു അടുക്കള. അങ്ങനെയായിട്ട് ഞാൻ 2 റൂം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ റൂമിലേക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിടാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഇക്കാൻ്റെ ഒരു സിമെൻറ്റ് വാർത്തിട്ട് ഒരു കട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റൂമിൽ. അപ്പോൾ ആ കട്ടിലിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ പൊളിച്ച് മാറ്റിയപ്പോൾ എല്ലാവരും കുറ്റം പറയും. ആ കട്ടിൽ കാണുമ്പോൾ എന്ത് കട്ടിലാണിത്, ഇതിൻ്റെ കട്ടിലിൻ്റെ അടിയിലൊന്നും തുടക്കാൻ പറ്റില്ല, അടിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ഒരു ബഡ്ജറ്റിനനുസരിച്ചൊരു കട്ടിലുണ്ടാക്കിയതാണ്. ഇപ്പം ഞങ്ങൾക്ക് കട്ടിലൊക്കെ വാങ്ങാനുള്ള പൈസ ആയപ്പോൾ ആ കട്ടിൽ അവിടെ നിന്ന് പൊളിച്ച് മാറ്റിയിട്ട് പിന്നെ ചെറിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ കട്ടിലും കൂടി വന്നതുകൊണ്ട് റൂമിൻ്റെ ഭാഗം ഈ കട്ടിൽ തന്നെയാണ് കേട്ടോ. ഞാൻ രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ച് കിടന്നതും ആ സിമെൻറ്റും കട്ടുമ്പോൾ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കിടാനും പറ്റില്ല. ആരെങ്കിലും വിരുന്ന് വന്നാൽ കിടക്കാനും സ്ഥലമല്ലേ, വേറെ റൂമില്ലല്ലോ, പുറത്തേക്കൊക്കെ തറല്ലേ. അപ്പോൾ ഞങ്ങൾ ആ കട്ടിൽ ഒഴിവാക്കി അത് മുറിച്ച് മാറ്റിയിട്ട് ഞങ്ങൾ വേറൊരു കട്ടിൽ അവിടെ വാങ്ങിയിട്ട് അപ്പോൾ ആ കട്ടിലിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ കുറേ കാലമായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കിടന്നപ്പോൾ ഞാനൊരു ആശയം പറഞ്ഞു, നമുക്കിങ്ങനെ പുറത്തേക്ക് അടുക്കളൻ്റെ ഭാഗത്ത് പാർക്കിലൊക്കെ കാണുന്ന പോലെ ബെഞ്ചും മേശ പോലൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് വൈകുന്നേരം ചായ അങ്ങനെയൊക്കെ വന്നിരുന്ന് തിന്നാം. ചൂട് കാലത്തൊക്കെ പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെ പറഞ്ഞ് പിരി കയറ്റിയിട്ടാണോ ഇതൊക്കെ ഉണ്ടാക്കി തന്നത്. ഏതായാലും വേസ്റ്റായി കിടക്കുന്ന സാധനമല്ലേ. അപ്പോൾ 2-3 കല്ലൊക്കെ വെച്ച് പടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ബെഞ്ചും ഡെസ്കൊക്കെ ആക്കിയ പോലെ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചായി ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു ബുദ്ധി, ഇവിടെയൊക്കെ പുല്ല് വെച്ച് പിടിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും, നല്ല രസം ഉണ്ടാവുമല്ലോ എന്ന്. അങ്ങനെ അതിൻ്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്തു. പുല്ലിൻ്റെ നടക്കാനുള്ള വഴി, അതുപോലെ തന്നെ പച്ചക്കറി ഉണ്ടാക്കാനുള്ള സ്ഥലം. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ വയലാണ്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ 2 സൈഡിലും ഞാൻ ഈ കമ്പത്തിൻ്റെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. കമ്പൊക്കെ വലുതായപ്പോൾ നല്ല രസമായിരുന്നു, നല്ല പച്ചപ്പായിരുന്നു കാണാൻ. പക്ഷേ എന്ന് പറഞ്ഞാൽ 2-3-4 കമ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ അടുത്തൊരു അമളി പറ്റിയതാണ്. നമുക്ക് പരിചയമില്ല കമ്പ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് കൊണ്ടുവന്ന വിത്ത് മുഴുവൻ അങ്ങോട്ട് വിതറി. അപ്പോൾ എല്ലാം കൂടി വളർന്ന് വലുതായിട്ട് അതിന് വളരാനൊരു സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ വണ്ണം കുറഞ്ഞു, കമ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. ശരിക്കും ഒരു 2-3-4 മരത്തുമ്പോൾ മാത്രം ഒരു 3-4 ഉണ്ടായി, ബാക്കിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇങ്ങനെ പച്ചപ്പ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കമ്പൊന്നും മര്യാദക്ക് ഉണ്ടാവാഞ്ഞപ്പോൾ ഞാനും തന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്കൊരു മടിയായിട്ടോ. എന്നാൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നല്ല പച്ചപ്പിൽ നിൽക്കുന്ന ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോർഡർ വെക്കാൻ കല്ലൊന്നും ഇല്ലാഞ്ഞിട്ട് നമ്മൾ ഈ ഇളനീരൊക്കെ കുടിച്ചിൻ്റെ ബാക്കി തൊണ്ടുണ്ടാവുമല്ലോ, അത് കമഴ്ത്തി വെച്ചിട്ടും പിന്നെ കുറച്ച് ഇഷ്ടികൻ്റെ പൊട്ടും പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടാണ് ബോർഡറൊക്കെ സെറ്റാക്കിയത്. പിന്നെ അതാ കുറച്ച് ചീരൻ്റെ വിത്തൊക്കെ പാകിയിട്ടുണ്ട് ചീര കൃഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കാണുന്ന ഈ കുഴി എന്ന് പറഞ്ഞാൽ വെണ്ണൂറുണ്ടല്ലോ, നമ്മൾ അടുപ്പിൽ നിന്ന് വെണ്ണൂറ് വാരിയിട്ട് അത് വെക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ അടുപ്പ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വേസ്റ്റ് കമ്പികളൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് അടുപ്പ് ഉണ്ടാക്കി തരുന്നത് നല്ല പോലെ കത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ചിലപ്പോഴൊക്കെ പാചകം ചെയ്യാറ്, പത്തിരി, ഓട്ടട അങ്ങനെയൊക്കെ ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്മേൽ. അപ്പോൾ വിറകൊക്കെ ഇവിടെ ഇങ്ങനെ അരികത്ത് കൊടുന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ചകിരി മട്ടലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ വിറകുകളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പച്ചപ്പുല്ലും കൂടി സെറ്റായാൽ അടിപൊളിയായിരിക്കും ഇവിടെ കാണാൻ. അപ്പോൾ ഇക്കാക്കിയും മോനും കൂടിയും പാടത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവർ പോണ അത്ര സ്പീഡിൽ എനിക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങനെ പോവുകയാണ്. ഞങ്ങളെ മുൻഭാഗത്ത് കുറച്ച് താഴ്ന്ന സ്ഥലമാണ്, അപ്പോൾ നല്ല ഇറക്കമുള്ള സ്ഥലമാണ്. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ഓടി ചെല്ലാനൊന്നും പറ്റില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ആടും കുട്ടിയാണ്. അപ്പോൾ പാടത്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പുല്ലൊക്കെ തിന്നിട്ട്. അപ്പോൾ ഈ പുല്ലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ബഫല്ലോ ഗ്രാസോ അല്ല പിന്നെ പേൾ ഗ്രാസോ അങ്ങനെ എന്തൊക്കെയാണ് പേര്. നല്ല
പറ്റി പിടിച്ചിട്ട് നല്ല ഭംഗിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് ചെത്തിക്കോരിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചെത്തിക്കോരി കഴിഞ്ഞതിന് ശേഷം ഈ പറമ്പിലെ ഉടമസ്ഥനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് പുല്ലൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മുകൾ ഭാഗത്തുള്ള ചേരൽ കല്ലുകളൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം നല്ലപോലെ നനച്ചിട്ടുണ്ട്. അവിടെ നനച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുല്ലൊക്കെ രാത്രിയൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ കുറേ നേരം വെച്ചിട്ടാണ് പുല്ലൊക്കെ സെറ്റാക്കിയത്. ഇതിൻ്റെ തമാശ എന്താണെന്ന് പറഞ്ഞാൽ പുല്ലൊക്കെ സെറ്റാക്കി മോന് വീണ്ടും തറസ് പോയതിന് ശേഷം ഞാനും മോളും കൂടി എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗർഭിണി അതിന് ശേഷം അസുഖമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. കുറേ ദിവസമായി വീട്ടിലേക്ക്, കുറേ മാസങ്ങളായി വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ വീട്ടിലേക്ക് പോയപ്പോൾ മൂപ്പര് എന്ത് പണിയത്, മൂപ്പര് പച്ചക്കറി കൃഷിക്കൊക്കെ നനച്ചു. പുല്ലല്ലേ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് നനച്ചും ചെയ്തില്ല. നല്ല വേനൽ സമയത്തായിരുന്നു ഇതുണ്ടാക്കിയത്. ആകെ ഒരു 5-8 പുല്ല് മാത്രം ഒന്ന് മുളച്ച് വന്നു, ബാക്കിയൊക്കെ ഉണങ്ങി പോയിട്ടോ. ഞാൻ പറഞ്ഞു ചെയ്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു നല്ല റിസൾട്ട് കിട്ടിയില്ല. എന്തായാലും ഞാൻ പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ മുറ്റത്ത് വന്നിട്ടുണ്ട്. എന്നാലും എൻ്റെ കുഞ്ഞൊരാഗ്രഹമാണ് ഇതുപോലെ മുറ്റത്ത് പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്, ഒരു കുറഞ്ഞ ഭാഗത്തെങ്കിലും. എന്നാലും നമുക്ക് വൈകുന്നേരം കുട്ടികളായിട്ട് വന്നിരിക്കാനെങ്കിലും നല്ല രസമല്ലേ. ഇങ്ങനത്തെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് മഴക്കാലത്തായിരിക്കും കൂടുതൽ നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. വേനൽക്കാലത്തായതുകൊണ്ട് നനച്ചിരുന്നെങ്കിൽ പിന്നെയും നന്നായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എൻ്റെ വീട്ടിൽ പോയിരുന്ന് വന്നപ്പോഴേക്കും നല്ല രസമായിട്ടൊരു മുറ്റത്തൊരു പുല്ല് പോലും ഉണ്ടായിട്ടില്ല. പുല്ല് കരിഞ്ഞു പോയാലും നമ്മുടെ കമ്പം നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. കമ്പം വിചാരിച്ച പോലെ ഒന്നും കായ്ച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ആടിന് ഒരാഴ്ച അതിൻ്റെ ഇലയും തണ്ടൊക്കെ തിന്നാണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 വർഷത്തോളം ഇതിലേക്ക് 1000 സബ്സ്ക്രൈബ് പോലും ആയിട്ടില്ല. നല്ലൊരു മൊബൈൽ പോലും ഇല്ല. അതുപോലെ വീട്ടിൽ വൈഫൈ കണക്ഷനൊന്നുമില്ല. നമ്മൾ 28 ദിവസത്തിന് 345 രൂപ റീചാർജ് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇടുന്നത്. റീചാർജ് ചെയ്ത് കാലാവധി കഴിഞ്ഞാൽ ഞാൻ ഇക്കാനടുത്ത് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ റീചാർജ് ചെയ്യിക്കുള്ളൂ. എല്ലാ മാസമൊന്നും ഞാൻ റീചാർജും ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് 5 വർഷത്തിൻ്റെ ഉള്ളിൽ അത്ര തോനെ വീഡിയോ ഒന്നും ഇടാനും പറ്റിയിട്ടില്ല. മക്കളൊക്കെ ചെറുതായത് കാരണം പുറത്ത് ജോലിക്ക് പോകാനും വയ്യ. എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് കുറഞ്ഞൊരു വരുമാനം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തോളമായിട്ടോ ഞങ്ങൾ വീട് കൂടി ഇരുന്നിട്ട് ഇതുവരെയായിട്ട് വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നിങ്ങൾക്ക് എൻ്റെ വീട് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനൊരു ഹോം ടൂർ ചെയ്യാം. ഹോം ടൂർ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ വീട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും കൂടി ചെയ്താലാണ് നമ്മുടെ വീഡിയോ ഒക്കെ യൂട്യൂബ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.